PSCയിൽ നിന്ന് ഉദ്യോഗാർത്ഥികളുടെ യൂസർ നെയിം അടക്കമുള്ള വിവരങ്ങൾ ചോർന്നത് റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകന്റെ വാർത്താ ഉറവിടം തേടി ക്രൈംബ്രാഞ്ച്. വാർത്തയ്ക്ക് അടിസ്ഥാനമാക്കി രേഖ എങ്ങനെ ലഭിച്ചുവെന്ന് 48 മണിക്കൂറിനകം അറിയിക്കാൻ മാധ്യമം ചീഫ് എഡിറ്റർക്ക് ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകി. PSCയിൽ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികളുടെ യൂസർ ഐഡിയും പാസ്വേഡും ഡാർക്ക് വെബിൽ വിൽപ്പനയ്ക്ക് വെച്ച വിവരമാണ് മാധ്യമം ദിനപത്രം പുറത്തുകൊണ്ടുവന്നത്. PSC ആദ്യം വാർത്ത നിഷേധിച്ചു. പിന്നാലെ വിവരച്ചോർച്ച സംബന്ധിച്ച DGPയുടെ റിപ്പോർട്ട് ചർച്ച ചെയ്യാൻ ചേർന്ന PSC യോഗത്തിന്റെ കുറിപ്പ് തന്നെ പുറത്തുവിട്ട് മാധ്യമം തങ്ങളുടെ വാർത്ത ശരിയാണെന്ന് സ്ഥാപിച്ചു. ഇതോടെയാണ് വാർത്ത ചോർന്ന വഴി കണ്ടെത്താൻ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചത്. ലേഖകനെ ഫോണിൽ വിളിച്ച് വാർത്താ ഉറവിടം തേടിയെങ്കിലും കൈമാറിയില്ല. ഇതോടെ ലേഖകന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകി. പിന്നാലെ രഹസ്യരേഖയാണ് പത്രം പ്രസിദ്ധീകരിച്ചതെന്നും അതിനാൽ അതെങ്ങനെ ലഭിച്ചുവെന്ന വിവരം കൈമാറണമെന്ന് ചീഫ് എഡിറ്ററോടും ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടു. ഈ പറയുന്ന വിവരങ്ങൾ എങ്ങനെ ചോർന്നു, അതിലേക്ക് നയിച്ച കാരണങ്ങൾ എന്ത്, അല്ലെങ്കിൽ ഡാർക്ക് വെബിൽ ഇത് ചോർത്തിയ ഹാക്കർമാർക്കെതിരെ അന്വേഷണം നടത്തുന്നതിന് പകരം വിവരം എങ്ങനെ മാധ്യമത്തിന് ലഭിച്ചു എന്നതിലേക്കാണ് PSCയും PSC ചെയർമാനും അല്ലെങ്കിൽ സർക്കാരും അല്ലെങ്കിൽ സർക്കാർ നിയോഗിച്ച ക്രൈംബ്രാഞ്ചും അന്വേഷിക്കുന്നത്. മാധ്യമങ്ങൾക്ക് മൂക്കുകയറിടാനുള്ള പോലീസ് നടപടി അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കേരള പത്രപ്രവർത്തക യൂണിയൻ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി. മാധ്യമപ്രവർത്തകൻ ഇത്തരം കാര്യങ്ങളുടെ സോഴ്സ് വെളിപ്പെടുത്തി രംഗത്ത് വരണമെന്നും അത് നേരിട്ട് വന്ന് അറിയിക്കണമെന്നുള്ള രീതിയിലുള്ള ഇതൊരു ഭീഷണിയുടെ ഭാഷയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് കേരള പത്രപ്രവർത്തക യൂണിയൻ അതിശക്തമായ പ്രതിഷേധം അറിയിച്ചു കഴിഞ്ഞു. ആ രീതിയിൽ ഒരു പത്രക്കുറിപ്പ് തന്നെ ഇറക്കി കഴിഞ്ഞു. മീഡിയ 1 തിരുവനന്തപുരം.